അലോൺ UFC 296 വിശേഷങ്ങൾ. ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കോൾബി കോവിങ്ടൺ വേഴ്സസ് ലിയോൺ എഡ്വേർഡ്സ് മെയിൻ ഇവൻറ്റ്. അവരുടെ ഇനീഷ്യൽ ഫേസ് ഓഫ് ആയിരുന്നു, പ്രസ് കോൺഫറൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, കോൾബി കോവിങ്ടൺ അതിര് കടന്നോ? എന്താണ് കോൾബി കോവിങ്ടൺ പറഞ്ഞത്? ഇത് ഈ ഫൈറ്റിനെ എങ്ങനെ ബാധിക്കും പറയാം. അപ്പോൾ ഇത് കാണാത്തവർക്ക് യൂട്യൂബിലുണ്ട്, ഫുള്ളായിട്ട് കാണുക. ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. ഇനി അതും കാണാൻ ക്ഷമയില്ലാത്തവരോട് ഞാൻ പറയാം, മലയാളത്തിൽ പറയാം. അപ്പോൾ കോൾബി കോവിങ്ടൺ ഒരു കത്തി വേഷത്തിൽ, ഉടായ്പ വേഷത്തിലൊക്കെയാണ് വന്നത്. ലിയോൺ എഡ്വേർഡ്സ് ഈ പണ്ട് കാലത്തെ ഐസക് ന്യൂട്ടനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐസക് ന്യൂട്ടനൊക്കെ ഒരുമാതിരി ആ ഡ്രസ്സിലാണ് വരുന്നത്, ലെഗിൻസ് പോലെയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നീട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ച്. അപ്പം അങ്ങനൊരു രീതിയിലാണ് വന്നത് കോൾബി. പുള്ളി USA എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലിയോൺ അത് മനസ്സിലായില്ല. ലിയോൺ അപ്പോൾ ചിരിക്കുകയൊക്കെ ആയിരുന്നു. കോൾബി പലതരത്തിൽ ശ്രമിച്ചു നോക്കി ലിയോൺ എഡ്വേർഡ്സിനെ ഒന്ന് ദേഷ്യപ്പെടുത്താനായിട്ട്, പക്ഷേ ലിയോൺ എഡ്വേർഡ്സ് ദേഷ്യപ്പെടുന്നില്ല. അവസാനം കോൾബി അത് യൂസ് ചെയ്തു. അതായത് ലിയോൺ എഡ്വേർഡ്സിൻ്റെ സോഫ്റ്റ് സ്പോട്ട്, പേഴ്സണൽ മാറ്റർ. അതായത് ലിയോൺ എഡ്വേർഡ്സ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് വന്നത്. അപ്പോൾ അതിനകത്ത് കോൾബി കുത്തിയായിരുന്നു, നീ സ്കൂളിലൊന്നും പോയിട്ടില്ല. പക്ഷേ അത് ലിയോണിനെ ബാധിച്ചില്ല. പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ലിയോൺ എഡ്വേർഡ്സിൻ്റെ അച്ഛൻ, ഫാദർ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ലിയോണിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മേർഡേഡ് ആയിരുന്നു, ഗൺ ഷോട്ട്. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് പേഴ്സണൽ ഇഷ്യൂ ആണ്. ഉടനെ കോൾബി പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിയോണിനോട് പ്രസ് കോൺഫറൻസിനിടയിൽ, ഞാൻ നിന്നെ ഫൈറ്റ് ചെയ്ത്, അതായത് ടേക്ക് ഡൗൺ ചെയ്ത്, റെസ്ലിംഗ് ചെയ്ത് നരകത്തിലേക്ക് കൊണ്ടുപോകും. ആ നരകത്തിൽ വെച്ച് നിനക്ക് നിൻ്റെ അച്ഛനെ കണ്ടുമുട്ടാം. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് വരെ, നരകത്തിൽ കൊണ്ടുപോകും എന്ന് പറയുന്നതിന് വരെ ലിയോൺ ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിനക്ക് അവിടെ നിൻ്റെ ഫാദറിനെ കണ്ടുമുട്ടാമെന്ന് പറയുമ്പോൾ ലിയോണിൻ്റെ ഫേസ് മാറുകയാണ്. ലിയോൺ മേശപ്പുറത്തിരുന്ന കുപ്പി വലിച്ചെറിയുകയാണ് കോൾബിയുടെ മേത്തേക്ക്. കോൾബിക്ക് കാര്യം മനസ്സിലായി. അതായത് ലിയോണിനെ ഫൈനലി പുള്ളി ഇമോഷണലാക്കി എന്ന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് കോൾബി ചിരിയായിരുന്നു. പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ ചിരിയുണ്ട്, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട്. ഇതൊക്കെ കോൾബിയുടെ ബുദ്ധിയാണ്. അതിബുദ്ധിയാണോ എന്നറിയത്തില്ല. എന്തായാലും ലിയോൺ നല്ലോണം ഫയർഡപ്പ് ആയിരുന്നു. ഉസ്മാനെതിരെ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇത് നല്ലോണം ഫയർഡപ്പ് ആയിരുന്നു. ഇപ്പോൾ ഈ കളിയെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിയോൺ എഡ്വേർഡ്സ് ഒരുപാട് ഇമോഷണലായോ? നമ്മൾ ബ്രൂസ്ലി പറയാറില്ലേ, ഒരുപാട് ഇമോഷണലായി കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റേ ആളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെട്ടെന്നുള്ള തെറ്റുകൾ കാണിക്കും. അപ്പോൾ കോൾബിയുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്. കോൾബി ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഹെൻറി സെവഡോ ഒക്കെ പറയുന്നതാണ്. കോൾബി ബോക്സിങ് ചെയ്ത് തുടങ്ങും, കിക്സ് അടിച്ച് തുടങ്ങും. ബിസി ആകുമ്പോൾ അപ്പം തന്നെ ടേക്ക് ഡൗൺ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, കോൾബിയുടെ നീസ്, മുട്ട് ഉസ്മാനെ പോലല്ല, സ്ട്രോങ് ആണ് അത്യാവശ്യം. ഉസ്മാൻ റെസ്ലിംഗ് ചെയ്യാത്ത അതുകൊണ്ടാണ്. നീ പെയിനുണ്ട് ഉസ്മാന്. കോൾബിക്ക് ആ പ്രോബ്ലം ഇല്ല. കോൾബി ടേക്ക് ഡൗൺ ചെയ്യും. ഇത് തന്നെ മാസ്മുഡലിനെതിരെ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിയോൺ എഡ്വേർഡ്സിന് പണി കിട്ടുമോ? കാരണം ലിയോൺ എഡ്വേർഡ്സ് ശരിക്കും ഇമോഷണൽ ആയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് ഫേസ് ഓഫ് നടന്നപ്പോൾ ലിയോൺ കുറച്ച് തണുത്ത പോലെ തോന്നി. പക്ഷേ ഇമോഷണലാണോ? ഇത് ഈ ഫൈറ്റിനെ, ആ പറഞ്ഞ ഡയലോഗ് ഈ ഫൈറ്റിനെ ബാധിക്കുമോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. എന്തായാലും കോൾബി ഈ അതിര് കടന്നു ഉറപ്പായിട്ട്. ഇതൊരു പേഴ്സണലാണല്ലോ, ഭയങ്കര പേഴ്സണൽ സംഭവമാണ്. എനിക്കൊന്ന് കോണർ മെഗ്രഗറിനെ വെട്ടിച്ചു പോയോ എന്നൊരു സംശയം. കോണർ മെഗ്രഗറും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്തിരി കൂടി പോയോ എന്നൊരു സംശയം. പിന്നെയും കളിയാക്കി കേട്ടോ, കുറേ കളിയാക്കി. ലിയോൺ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ഈ ഫൈറ്റിനെ എങ്ങനെ ബാധിക്കും? മാർക്കറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫൈറ്റ് ഉഷാറായി, നമുക്കെല്ലാം തന്നെ ഇപ്പോൾ ആകാംക്ഷയായല്ലോ. പക്ഷേ ലിയോണിനെ ഇതെങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്, കോൾബി എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം കൂടെ. കമോൺ, ലെറ്റ്സ് ഗോ.